ഹലോ ട്രേഡേഴ്സ്, മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഈ ഒരു വരുന്ന വർഷം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഇയർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ചോളം വളരെ നിർണായകമായിരുന്നു. ഒട്ടനവധി കയറ്റിറക്കങ്ങൾക്കാണ് നമ്മുടെ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ മേജർ ഇൻഡെക്സ് എല്ലാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നോക്കാം. അതിലേക്ക് മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ കാര്യം നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 8.8% ഗ്രോത്താണ് കഴിഞ്ഞ വർഷം നമുക്ക് നിഫ്റ്റി തന്നിരിക്കുന്നത്. തുടർച്ചയായി 9 വർഷവും ഇൻഡീസ് നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം പോയത് 2021 24.12% റിട്ടേണാണ് 2021 മാർക്കറ്റ് തന്നിരിക്കുന്നത്. 2025 തുടക്കത്തിലെ ആഴ്ച നോക്കുകയാണെങ്കിൽ അപ്പോഴും പോസിറ്റീവിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ട്രെഡന്റ് ലിമിറ്റഡ് ആണ്. 133% റിട്ടേണാണ് കഴിഞ്ഞൊരു വർഷം ട്രെഡന്റ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഡ്രോ ഡൗൺ നൽകിയിരിക്കുന്ന സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. 39.95% ഇടിവാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവസാന വർഷം 5.32% നേട്ടം നിലനിർത്താൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ തുടർച്ചയായ 4 വർഷം മാത്രമാണ് ഈ നേട്ടം നിലനിർത്താനായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയിരിക്കുന്നത് 2022 ആണ്. ഏകദേശം 21.15% നേട്ടമാണ് ആ ഒരു പാർട്ടിക്കുലർ ഇയർ ബാങ്ക് നിഫ്റ്റി കാഴ്ചവെച്ചിരിക്കുന്നത്. 2025 തുടക്കപാദത്തിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് പെർഫോം ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ഫെഡറൽ ബാങ്കാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് ഏകദേശം 28% നേട്ടമാണ് ബാങ്ക് നിഫ്റ്റിയിൽ നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിട്ടേൺ തന്നിരിക്കുന്നത് അതല്ല എന്നൊരു ഇടിവ് രേഖപ്പെടുത്തിയത് നിഫ്റ്റിയിലെ തന്നെയുള്ള മേജർ ബാങ്കിങ് സ്റ്റോക്ക് ആയിട്ടുള്ള ഇൻഡസ്ഇൻഡ് ബാങ്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിനെ. ഇനി അടുത്ത മെയിൻ ഇൻഡെക്സ് ആയിട്ടുള്ള ഫിൻ നിഫ്റ്റിയുടെ കേസിലേക്ക് നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി തുടർച്ചയായി 9 വർഷവും നേട്ടം രേഖപ്പെടുത്തി. അവസാനത്തെ വർഷം മാത്രം ഏകദേശം 9.43% നേട്ടം കൈവരിക്കാൻ ഫിൻ നിഫ്റ്റിക്കായി. ഈ കാലയളവിൽ ഫിൻ നിഫ്റ്റി ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് 2017 41.42% റിട്ടേണാണ് ഫിൻ നിഫ്റ്റി ആ ഒരു പാർട്ടിക്കുലറിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ MCX ആണ് ഏറ്റവും നേട്ടം കൈവരിച്ച ഓഹരി. 94.82% നേട്ടം കൈവരിക്കാൻ MCXന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയത് SBI കാർഡാണ്. ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് SBI കാർഡ്. ആ SBI കാർഡാണ് കഴിഞ്ഞ വർഷം 12.61% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി BSE ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് കഴിഞ്ഞ വർഷം 8.17% നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷം സെൻസെക്സ് നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും അധികം നേട്ടം രേഖപ്പെടുത്തിയത് 2021 റഫ്ലി 21.99% നേട്ടമാണ് 2021 സെൻസെക്സ് നേടിയിരിക്കുന്നത്. സെൻസെക്സിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്ന ഓഹരി സൊമാറ്റോയാണ്. 124.78% നേട്ടമാണ് സൊമാറ്റോ കൈവരിച്ചിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കാണ് സെൻസെക്സിലും ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓഹരി. കഴിഞ്ഞ ദിവസത്തെ പ്രധാന ഇവന്റുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭ ഇലക്ഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്. പ്രതിപക്ഷം നല്ല രീതിയിലുള്ള മുന്നേറ്റം കൈവരിച്ചതിനെ തുടർന്ന് മാർക്കറ്റിൽ ആ ഒരു ദിവസം നല്ലൊരു ഇടിവാണ് കാണാനായിട്ട് സാധിച്ചത്. തുടർന്ന് ദിവസങ്ങളിൽ മാർക്കറ്റ് തിരിച്ചത് റിക്കവറി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ 234 സീറ്റിനെ മറികടന്ന് BJPയുടെ NDA 293 സീറ്റ് നിലനിർത്തിയാണ് ഭരണത്തിൽ വന്നത്. ഇലക്ഷനെ തുടർന്ന് 2 ബഡ്ജറ്റ് ഉണ്ടായിരുന്ന വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ട്രേഡിംഗ് ഇൻകത്തിലെ ടാക്സേഷനിലും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്ത വലിയ ന്യൂസാണ് അദാനി ഹിൻഡൻബർഗ് വിവാദം. ഇപ്രാവശ്യം ഹിൻഡൻബർഗ് അദാനിക്കെതിരെ മാത്രമല്ല സെബി ചെയർപേഴ്സണെതിരെയും വലിയൊരു അലിഗേഷനുമായിട്ടാണ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദാനി സ്റ്റോക്കുകൾ വലിയൊരു ഇടിവ് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൂടാണ്ട് തന്നെ ആ ഒരു ന്യൂസ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു റിക്കവറി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഹിൻഡൻബർഗ് വിവാദത്തെ തുടങ്ങും മറ്റ് പ്രശ്നങ്ങളാലും സെബി ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ സെബി ചെയർപേഴ്സന്റെ രാജിക്ക് സമ്മർദ്ദം ചെലുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് രംഗത്ത് വലിയൊരു കുതിച്ചാട്ടം കഴിഞ്ഞ വർഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെമി കണ്ടക്ടർ, ക്ലൗഡ് സർവീസിംഗ് കമ്പനികളും കമ്പനികളും ശക്തമായിട്ടുള്ള കുതിപ്പ് രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. NVIDIA പോലുള്ള ബിമാർന്ന് 170% മുകളിൽ നേട്ടമാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ബിഗ് പ്രോപ്പർട്ടി സെക്ടർ ഡേറ്റയും ഉപഭോക്തൃ ചെലവ് കുറഞ്ഞതും ചൈനീസ് വിപണിയുടെ വളർച്ച തടസ്സപ്പെടുത്തി. ചൈനീസ് മാർക്കറ്റിനെ ആശ്രയിച്ചിരുന്ന ഗ്ലോബൽ മാർക്കറ്റിനെ ഇത് കാര്യമായി തന്നെ ബാധിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റി. ഇനി US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US തന്നെ പ്രാദേശിക ബാങ്കുകൾ ചിലത് ചേർന്ന് US ബാങ്കിങ് സെക്ടറിനെ പിന്നോട്ട് വലിച്ചിരുന്നു. കഴിഞ്ഞ വർഷം റഷ്യ യുക്രൈൻ വാർ ഇമ്പാക്ട് ആഗോള വിപണിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനർജി, അഗ്രികൾച്ചർ സെക്ടറിലും ഒരു നല്ല വോളറ്റിലിറ്റി നമുക്ക് പ്രകടമായിരുന്നു. എക്സ്പോർട്ട് ഓറിയന്റഡ് ഇൻഡസ്ട്രീസിലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ വരുമാനം കുതിച്ചുയർന്നത് മൂലം ജപ്പാന്റെ ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കെ മൾട്ടി ഡെക്കേഡ് ഹൈ രേഖപ്പെടുത്തി. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം IPO ഒരു ബൂമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. വന്നിരുന്ന എല്ലാ IPOകളും പല മടങ്ങ് സബ്സ്ക്രിപ്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹ്യുണ്ടായി മോട്ടോഴ്സ്, വാരി എനർജി തുടങ്ങിയ IPOകളായിരുന്നു കഴിഞ്ഞ വർഷത്തിലെ പ്രധാനപ്പെട്ടതിൽ ചിലത്.
90 കമ്പനികൾ കൂടി 1.62 ലക്ഷം കോടി രൂപയായിരുന്നു IPO സമാഹരിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 മടങ്ങിലായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം IPO സമാഹരിച്ച 49,436 കോടി രൂപയായിരുന്നു. മറ്റൊരു പ്രധാന ഇവന്റ് US ഇലക്ഷൻ ആയിരുന്നു. US ഇലക്ഷനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു വോളറ്റിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നതിനെ തുടർന്ന് ഗോൾഡ് തുടങ്ങിയ കമ്മോഡിറ്റികൾ വീക്ക്നെസ് ആവുകയും അതുപോലെ തന്നെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടല്ല എന്നുണ്ടെങ്കിലും രണ്ടാം തവണയാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. ട്രംപ് ഭരണത്തിൽ ഇലോൺ മസ്കിനും മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തത് വാർത്തകൾ ഇടം നേടിയ ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഫെഡ് റേറ്റ് ഹൈക്ക് സ്ലോ ഡൗൺ ചെയ്ത് വർഷാവസാന കുതിപ്പിക്കലേക്ക് വിപണികളെയും ഡോളറിനെയും നയിക്കുന്നതിന് കാരണമായി. ഡോളറിനെതിരെ റുപ്പി റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയ വർഷമാണ് കഴിഞ്ഞു പോയത്. കൂടാതെ MRFനെ മറികടന്ന് ഓപ്ഷനിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഹരിയായി LCD ഇൻവെസ്റ്റ്മെന്റ് മാറിയതും ഈ വർഷമാണ്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിൽ നമ്മുടെ മേജർ ഇൻഡിസിന്റെ ലെവൽസുകൾ നോക്കാം. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ലെവൽസ് വരുന്നത് 23,800 23,700 അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 24,200 24,300 ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ ക്ലോസിംഗ് വന്നിരിക്കുന്ന 50,974 സപ്പോർട്ട് വരുന്ന 50,800 50,500 റെസിസ്റ്റൻസ് ലെവലോട് നോക്കുകയാണെങ്കിൽ 51,200 അതുപോലെ 51,500 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് 23,718 സപ്പോർട്ട് ലെവൽ വരുന്ന 23,600 23,500 നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ലെവലുകളാണെങ്കിൽ 23,800 24,000 കാണാനായിട്ട് സാധിക്കുന്നത്. സെൻസെക്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് 79,167 സപ്പോർട്ട് ലെവൽ 79,000 അതുപോലെ തന്നെ 78,500 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ 79,600 80,000 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വരുന്ന ആഴ്ച നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആഴ്ച ആവട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.